ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ പാവയ്ക്കയൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സവോളയും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മെഴുക്കുവരട്ടിക്ക് പൊതുവേ കുറച്ച് എണ്ണ ഏറെ ഉള്ളത് നല്ലതാണ്. നിങ്ങൾ പൊതുവേ യൂസ് ചെയ്യാറുള്ള എത്രമാത്രം എണ്ണയാണോ അത്ര എണ്ണ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് അതിലേക്ക് ചേർക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതേപോലെ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, ഇത് ഇത്രയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും നമ്മുടെ മെഴുക്കുവരട്ടികൾക്കെല്ലാം പ്രത്യേക ഒരു ടേസ്റ്റ് തരുന്ന ഒരു ടിപ്പാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പൊതുവേ മെഴുക്കുവരട്ടികളിൽ തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ചേർക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് നല്ല ടേസ്റ്റോടെ കറി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വെളുത്തുള്ളി തേങ്ങാക്കൊത്ത് ഇതൊന്ന് ചുമന്ന് വരണം. ഇപ്പോഴേ നമ്മൾ ഇപ്പം നമ്മൾ എന്താണോ മെഴുക്കുവരട്ടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേ നമ്മൾ പച്ചക്കറി ഒന്നും ചേർക്കണ്ട. ഇതുപോലെ ഒന്ന് ചുമന്ന് വരുന്നോടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. ആ സവോളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവോളയുടെ കളർ മാറുമൊന്നും വേണ്ട, ജസ്റ്റ് ആ കട്ടി ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആവുന്നോടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് പാവയ്ക്കയും കൂടെ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് ചേർത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ. അപ്പം അത് ഉപ്പ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സവോളയുടെ കട്ടിയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ലേശം മഞ്ഞൾ പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. അതൊന്ന് കൂട്ടത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മഞ്ഞൾ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മഞ്ഞൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ചേർക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. നിങ്ങൾ ഈ പാവയ്ക്ക വേവാനായിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട. മെഴുക്കുവരട്ടികൾക്കൊന്നുമേ വെള്ളം ചേർക്കാതെ വേവിക്കുന്ന ആവിയിൽ വെന്ത് കിട്ടുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ പാവയ്ക്കൊക്കെ ഒന്ന് ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം നിങ്ങൾ ഈ 10 മിനിറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് പാവയ്ക്ക അതുപോലെ എന്ത് മെഴുക്കുവരട്ടിയാണെങ്കിലും നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്തിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.